ഹായ് ഹലോ. അരുണിനെ കണ്ടില്ല 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 എന്നുള്ള പരാതി. ആ പരാതിക്ക് ഒരു കിട്ടിയപ്പോ ഫ്ലോ പോയി. രണ്ടാമത്തേതാ പനിയാണ്, തൊണ്ടവേദനയാണ്. ഞാനുണ്ടല്ലോ 2 ദിവസം ഇവിടെ പനിച്ച് കിടന്ന വിവരം ഇവനറിയില്ല. ഞാൻ 2 ദിവസം ഉറങ്ങിയിട്ടില്ല. അത് ജിസ്മോൾ അറിയോ? നാളെ ഇപ്പൊ പോവാണ്ട് വന്നപ്പോ കിടക്കുന്ന ഗൈസ്. എത്ര മണിക്ക് വന്നേ? ഉച്ചക്ക് 2:45 വന്ന് കിടന്നിട്ട് ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ പനിച്ച് കിടന്നോണ്ട്. അപ്പോൾ ഞാൻ പോയി വിളിച്ച് സമയം എന്തായിന്ന് ചോദിച്ച് 6:58. 6:58 ഏത് 6:58? പിന്നെ ഒന്നും കൂടി നോക്കി ഫോൺ. അത് കഴിഞ്ഞ് റൂമിൽ പോയി ഓൻ്റെ ഫോൺ എടുത്ത് നോക്കി. ഈ 6:58 എന്തേത്താന്ന് അറിയണല്ലോ. അങ്ങനെ 8 മണി അങ്ങനെ 7 മണിക്ക് ശരിക്കും എനിക്ക് സത്യം ഉറങ്ങിയിട്ട് ഞാൻ ട്രിപ്പ് പോയിട്ട് ഉറങ്ങാൻ പറ്റിയില്ല ഗൈസ്. ഊട്ടി പോയി. ഊട്ടിയിൽ റൂം നല്ല സാധനം, ഒരു സ്ഥലത്ത് സാധനമല്ല. അങ്ങനെ എല്ലാം കൂടി തപ്പിപ്പിടിച്ചെല്ലാം കൂടി പല സ്ഥലത്തും പോയി. അങ്ങനെ ഒരു സ്ഥലത്ത് റൂം എടുത്തിട്ടു. റൂം എടുത്ത് നോക്കിയപ്പോൾ അവിടെ ഉടുക്കത്തെ കൊതു. അതുകൊണ്ട് ഒന്നാമത് ഊട്ടിയിൽ ഫാൻ ഇല്ലാത്തതായി അധികം ഉണ്ടാവുക. 90% ഫാൻ ഇല്ലാത്ത റൂമാണ് ഉണ്ടാകുക. അങ്ങനെ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോന്ന് നേരെ ഊട്ടിയിൽ നമ്മളെ മഹാരാജാൻ്റെ മുമ്പിലാണ് നിർത്തിയിട്ട് വണ്ടി കിടന്നങ്ങ് ഉറങ്ങി. എല്ലാവരും വണ്ടി കിടന്നുറങ്ങി. എനിക്കാச்சுം ഉറങ്ങാനും പറ്റില്ല, ഫാമിലീസ് ആണല്ലോ. അപ്പോൾ ഞാൻ പുറത്തു നിന്ന് അങ്ങനെ വരുന്ന വഴിക്ക് ഓരോരോ സ്ഥലത്ത് കയറുന്നതനുസരിച്ച് ഉറങ്ങി ഇന്ന് ഒരു 9 മണി 9:30 ആകുമ്പോഴേക്ക് ഇവിടെ വന്ന് വണ്ടിയൊക്കെ കേക്ക് വെച്ച് ഇവിടെ എത്തി. കുളിയും കഴിഞ്ഞ് ഒറ്റ കിടന്ന ഇപ്പോഴും ക്ഷീണം മാറിയില്ല, എന്തോരം ഉറക്കം ക്ഷീണം. അപ്പോൾ എന്നെ കാണാണ്ടല്ലോ എന്ന് ചോദിക്കുന്നു പറഞ്ഞ് ഞാൻ പറഞ്ഞു നമ്മൾ ഭയങ്കര ബിസി നിന്നെ നിന്റെ സീത ചേച്ചിയോ രമണി ചേച്ചിയോ ശാന്ത ചേച്ചിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ടോടും ബിഗ് ഹായ്. ആണോ എത്തി പനിയാന്ന് പറഞ്ഞിട്ട് 2ാമത്തെ ഐസ്ക്രീമാണ് കഴിക്കുന്നത്. പനിയുള്ള സമയത്ത് ഇങ്ങനത്തെ കഴിക്കാൻ തോന്നുള്ളൂ. ഇങ്ങനത്തെ കഴിക്കുമ്പോഴാണ് സുഖേടും. ഇന്നലെ തീരും തല പൊന്തിയില്ല, അമ്മ അതിൽ കിടത്തായി ഞാൻ. പക്ഷെ ഇന്നതാ അല്ലേ അപ്പം എനിക്കറിയാം. അപ്പം ഇങ്ങനത്തെ ഐസ്ക്രീമും കാര്യങ്ങളൊന്നും കഴിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ തിരക്കിനാല കുറേ ദിവസം വീഡിയോസ് ചെയ്യുന്നുണ്ട്. വേറെ സോഷ്യൽ മീഡിയയിലൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അപ്പം നിന്റെ ആ കാമുകി ഉണ്ടല്ലോ, ആറാട്ടണ്ണന്റെ കാമുകി, ഒരു വീഡിയോ ഏതോ ചെങ്ങാനോട് ചൂടാന്ന് ഏതോ പെണ്ണുങ്ങളെ വിളിച്ചല്ല. സംഭവം എന്താന്നറിയോ? ഈ ആറാട്ടണ്ണന് അറസ്റ്റിലായപ്പോ മൂപ്പത്തിക്ക് BP കുറഞ്ഞു, മൂപ്പത്തി ഹോസ്പിറ്റലിലായി. അപ്പൊ ഞാൻ അതെടുത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അന്നപ്പോൾ. അത് കണ്ടിട്ട് മൂപ്പത്തിക്ക് ഹാലിളകി മൂപ്പത്തി ലൈവിൽ വന്ന് കുറേ തെറി വിളിച്ചോലഞ്ഞ. പക്ഷെ ഞാനിത് കണ്ടില്ല എന്ന് വെച്ചാൽ അല്ല, എന്റെ പേരുണ്ടാക്കി ഇതുണ്ടാക്കിയല്ലോ. 2-3 ദിവസത്തെ തിരക്ക് എനിക്കറിയാലോ, പോക്കഴിഞ്ഞല്ലോ. അങ്ങനെ ഇന്നലെ ഞാൻ വെറുതെ സ്ക്രോൾ ചെയ്യുമ്പോൾ മൂപ്പത്തി ഇങ്ങനെ ഒരു സങ്കടത്തിൽ പറയുന്നത് കേട്ട്, 3.5 കൊല്ലമായി കഷ്ടപ്പെടുന്നു, അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഈ പറഞ്ഞത് പോണോ ഞാൻ ഇതൊന്ന് വാച്ച് ചെയ്ത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഒരു ചേട്ടനോട് പറയുന്നത്, ഉടായിപ്പ് കൃഷ്ണഭക്ത് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടീനും. അപ്പം എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ വായി തോന്നുന്ന തെറി മുഴുവനവും വിളിച്ചപ്പോൾ നാട്ടിലുള്ള പലരും കെട്ടിയോൻ്റെ അടുത്ത് പറഞ്ഞ പോലെ മോശമായി പോയി എന്ന് പറഞ്ഞു. ഓളെ കെട്ടിയോണ്ട് ഇത് കെട്ടിയവനാണെന്ന് എനിക്കറിയൂല. എന്നിട്ട് അയാള് വീട്ടിൽ വന്ന് ബഹളം കൂടിയല്ലോ. അപ്പം ഇയാളെ ഒഴിവാക്കുകയാണ് വെളിയെന്നും പറഞ്ഞു. പോകാനാണ്. അല്ല, ആരും പോയി കണ്ടില്ല ആറാട്ടണ്ണനെ, ഇവള് മാത്രമേ പോയി കണ്ടുള്ളൂ. ഒരു മനുഷ്യൻ പോയിട്ട് ആറാട്ടണ്ണനെ കണ്ടില്ല. പക്ഷെ ഈ പെണ്ണുങ്ങള് ആറാട്ടണ്ണനെ പിന്നെ ജയിലിൽ പോയി കണ്ട് ഇന്നലെ വീഡിയോ ഇട്ട്. അപ്പൊ എന്നിട്ട് ചേച്ചി ഇട്ടത് എന്താണെന്നറിയോ? ചേച്ചി പറയുന്നത് എന്താണെന്നറിയോ? ഞാന് പിന്നെ വായി തോന്നുന്ന തെറിയൊക്കെ
ഒക്കെ പറഞ്ഞു. പിന്നെ അവളെ ഈ വൈക്കേ കണ്ടില്ല. അപ്പോഴാ കർത്താവ് എന്നെ തെറി വിളിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ശരിക്കും ആറാട്ടൻ ഇതാ 250 ആൾക്കാരെങ്ങാനും കേസ് കൊടുത്തിട്ടുണ്ട്. 250 പേര് ഉണ്ട്. കേസ് കൊടുക്കാറുണ്ട്. 500 ആർക്കും കൊടുക്കാം. എനിക്കിപ്പോ വേണമെങ്കിൽ എന്റെ ചെക്കന്മാരോടൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ഒരു ഒപ്പിട്ട് കൊടുത്തിട്ട് ഒരു കേസ് എഴുതിയാ പോലെ പരാതി. അതൊക്കെ ഓക്കെ. പക്ഷെ മൂപ്പത്തി ദീം തരയിടതോന്ന് പറഞ്ഞ് ദേ കിടക്കുന്നു. ഞാൻ വേണേ നോക്കി കാണിച്ചു ഒരു വീഡിയോ കാണിച്ചു തരാം. ഇന്നലെയോ മെനിഞ്ഞാന്നെങ്ങാനും ഊട്ടിന്ന് മൈസൂർ നേടണോ എന്ന് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാ. നടന്നു പോവാണെന്ന്. നടന്നു പോകുമ്പോൾ ആരോ വീഴത്തിലാണ് എനിക്കൊന്നും ഉളുപ്പില്ലടാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കച്ച ഉണ്ടാക്കുന്നത്. കാണിക്കാൻ പറ്റുമോ? ആറാട്ടനെ പറ്റിയുള്ള ട്രോളിംഗ് ആണ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ബ്ലോഗർ സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകി വനിതാ ചലച്ചിത്ര താരങ്ങൾ. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുവെന്ന് ഭാഗ്യലക്ഷ്മി, കുക്കു പരമേശ്വരൻ, ഉഷ ഹസീന എന്നിവർ പരാതി നൽകി. നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു ദിവസം ഇയാൾ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിലാണ് ഇപ്പോൾ കൂടുതൽ നടിമാർ ഇയാൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതില്ലേ നമ്മുടെ നിന്റെ സ്റ്റെപ്പോ മറ്റേതോ പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങേരെ വീഡിയോ എടുത്ത് ഇന്റർവ്യൂ എടുത്ത് ഞങ്ങൾക്കൊരു ബൈറ്റും തന്ന് തിരിച്ചു പോകുമ്പോൾ ഇങ്ങേരെ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുന്നതെന്ന് ഞാൻ അറിയായിരുന്നേ മൂപ്പത്തി പിന്തിരിപ്പിക്കായിരുന്നു പോലും. എന്നിട്ട് മൂപ്പത്തിനെ കെട്ടിയവൻ ഒഴിവാക്കുകയാണെന്ന്. ഓളിപ്പോ ഒഴിവാക്കിയാലോ ഓളെ സ്വഭാവം മാറാൻ പോകുന്നില്ല. ഈ എന്താ പറയാ ആണും പെണ്ണും കെട്ട കോലോ ഓളൊക്കെ എന്ത് പറഞ്ഞെന്താ. അപ്പൊ ഗായ്സ് പാറാട്ടന്റെ കാര്യത്തിൽ തീരുമാനമായി. ആ കട്ടയം പോലെ അവിടെ മടങ്ങിക്ക്. അപ്പൊ എല്ലാരും കണ്ടല്ലോ. ബാക്കി ഡീറ്റെയിൽസ് നാളെ നമുക്ക് കാണാം. ചെറുതായിട്ട് നോക്കണം, നാളെയും പോവാനുണ്ട്. അതുകൊണ്ട് ബൈ. ഇത് തിന്ന് തീർക്കട്ടെ. നമ്മള് വലിയ കാര്യത്തിൽ പറയുന്നില്ലേ, ഇപ്പൊ വാങ്ങിക്കൊണ്ടുവന്നതാ. നമ്മളെ വർത്താനം കേട്ടാത്തോന്നു ഇതിൽ നിർത്തി. 2 3 കാണാൻ ഇനിയും ഉണ്ട്. ഇനിയിപ്പൊ അതും തിന്ന് തീർക്കും. അതാ പരിപാടി. തിന്നാനുള്ളതല്ലേ. ബൈ ബൈ.